ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് അമ്മയോടൊപ്പം 12-ാം ദിനം, ഒക്ടോബർ 12. ഇന്ന് വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ പ്രഥമ തിരുനാൾ ദിനമാണ്. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ ഒരു മനോഹരമായൊരു രൂപവും പുസ്തകങ്ങളും ഒക്കെ എനിക്ക് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള കൊല്ലം രൂപത വൈദികൻ മിൽട്ടൺ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇതിനെ കയ്യിൽ പിടിക്കുമ്പോൾ. ഞാൻ ഓർക്കുകയാണ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിൽ, ഈ രൂപത്തിൽ ജപമാല കയ്യിലുണ്ട്. ഒരുപാട് ഇഷ്ടമായിരുന്നു കാർലോയ്ക്ക് ജപമാല, ദിവ്യകാരുണ്യവും ജപമാലയും. നമ്മൾ നേരത്തെ കണ്ടിരുന്നു 2 വാക്യങ്ങൾ, യൂക്കറിസ്റ്റ് ഈസ് എ ഹൈവേ ടു ഹെവൻ ആൻഡ് റോസറി ഈസ് ദ ലാഡർ ടു ഹെവൻ. അങ്ങനെയാണ് കാർലോ അക്യൂറ്റസ് പറഞ്ഞത്. ഈ കാർലോ അക്യൂറ്റസിനെ കുറിച്ച് എഴുതിയ മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ തർജ്ജമയാണിത്. ഇതിനകത്ത് നിക്കോള ഗൗറി എന്ന് പറയപ്പെടുന്ന കാർലോ അക്യൂറ്റസിന്റെ നാമകരണ നടപടികൾ നടത്തി അതിന് പോസ്റ്ററേറ്റർ ആയിരുന്ന വ്യക്തി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ജപമാലയുടെ പടം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുറിപ്പുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: കാർലോ അക്യൂറ്റസ് ജപമാല ചൊല്ലാനായിട്ട് വലിയ താല്പര്യം കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ, അതിന്റെ കമ്പ്യൂട്ടറിൽ ഈ ജപമാല ചൊല്ലുന്നതിന്റെ ഒരു മെത്തേഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ആ ജപമാല ചൊല്ലി പോകുന്നൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ജപമാല എന്ന രീതി അദ്ദേഹം സെറ്റ് ചെയ്തിരുന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ അവസാനം പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും. നമുക്കതിൽ മനോഹരമായ 1-2 സംഭവങ്ങൾ നമുക്ക് ഒരു പല ദിവസങ്ങളായിട്ട് തന്നെ കേൾക്കാം. ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചതാണ്, പരിശുദ്ധ ലൂർദ് മാതാവിനോട് ഫാത്തിമ മാതാവിനോട്, അതായത് ഈ 2 ഇടങ്ങളിലെ സന്ദേശങ്ങളോട് കാർലോയ്ക്ക് വലിയ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് പഠിക്കാനും പഠിപ്പിക്കാനും കാർലോ അക്യൂറ്റസ് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പരിശുദ്ധ കന്യാമറിയത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥനകൾ നടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഫാത്തിമയിലെ ദർശനങ്ങളുടെ രഹസ്യങ്ങളെ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഫാത്തിമയിലെ 3-ാം രഹസ്യം എന്ന് പറയുന്നത് ഒരു കുരിശുമായിട്ട് ബന്ധപ്പെട്ട, കുരിശിൽ നിന്ന് വീഴുന്ന കർത്താവിന്റെ തിരുരക്തം കളക്ട് ചെയ്യുന്ന മാലാഖമാരെ സംബന്ധിക്കുന്നതൊക്കെയാണ്. അത് വളരെ വ്യക്തമായിട്ടും അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക, ആദ്യ 5 മാസാദ്യ ശനിയാഴ്ചകളിലുള്ള ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അത് ഫാത്തിമയിലെ ദർശനമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അദ്ദേഹം ഈ ജപമാലയെ കുറിച്ച് പറയുന്ന 3 വാക്യങ്ങൾ ഇതാണ്. 1, ദ ഷോർട്ടസ്റ്റ് ലാഡർ ടു ക്ലൈം ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള ഏറ്റവും ചെറിയ ഗോവണി. 2, ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ, ഏറ്റവും ശക്തമായ ആയുധം. 3, ഏറ്റവും സ്നേഹ സമ്മിശ്രമായ സംഭാഷണം. നമുക്ക് ഈ 3 വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കാം. കാർലോയുടെ മരിയ ഭക്തി നമുക്ക് അനുകരിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.